കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്കൊരവസരം ഒരുക്കി തന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിഞ്ഞ ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കാറില്ല. നമ്മളെ വിളിച്ചവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ നിർമ്മിച്ചവൻ എന്നൊക്കെ തിരുവെഴുത്ത് പറയുമ്പോൾ നമ്മളെ നിർമ്മിച്ചവനെക്കുറിച്ച് സ്തോത്രം, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെന്താകണമെന്നും നമ്മളെന്തായി തീരണമെന്നും ദൈവത്തിന് നല്ലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ എല്ലാ ദൈവജനങ്ങൾക്കും സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വചനം വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. യെശയ്യാപ്രവചനം 45-ന്റെ 3-ാമത്തെ വാക്യം. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ യഹോവ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. സ്തോത്രം. ഇത് പറയുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദൂത് പറയുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് ഈ ആലോചന പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവിക ആലോചന പറയുമ്പോൾ അതിനകത്ത് സ്തോത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, എന്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ നിക്ഷേപം? എന്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ നിക്ഷേപം? ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ആലയമാണ്. സ്തോത്രം. അവരുടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഇടമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിനെ ഒന്ന് വീഴ്ത്തണമോ, അവരുടെ സ്വത്ത് കവർന്നെടുത്താലും നന്മ കവർന്നെടുത്താലും ഒന്നുമില്ലെങ്കിലും ഇസ്രായേലിനെ വീഴ്ത്താൻ കഴിയത്തില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിനെ വീഴ്ത്തണമെങ്കിൽ പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുക. എന്നെങ്കിൽ മാത്രമേ അവരെ വീഴ്ത്താൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിനെ വിളിച്ചു വേർതിരിച്ച അന്ന് മുതൽ അവർക്ക് സമാഗമന കൂടാരം ദൈവം നൽകി കൊടുത്തു. സമാഗമന കൂടാരം ദൈവം നൽകി കൊടുത്തു. അതിനുശേഷം കൂടാരത്തിന് ശേഷം സ്തോത്രം, ഹല്ലേലൂയ, തട്ടിട്ട വീടുകളിൽ പാർക്കുന്നവർക്കുള്ളിൽ ബോധ്യം വന്നു, ഞാൻ തട്ടിട്ട വീടുകളിൽ പാർക്കുമ്പോൾ ആലയത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ആ പീഠം, സ്തോത്രം, ഹല്ലേലൂയ, ആലയത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗം മറശീലയ്ക്കൽ മറവിലിരിക്കുമ്പോൾ അത് നല്ലതല്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ ആലയം പണിതു. സ്തോത്രം. ആലയം പണിത് പെട്ടകം അതിനകത്ത് സ്ഥിരമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, വരുന്നൊരു സ്ഥലമാണ് അവരുടെ ആലയം. ആലയത്തിനകത്ത് പെട്ടകമുണ്ട്, ആലയത്തിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് സ്വത്തുക്കളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് തരുമെന്നാണ് യെശയ്യാപ്രവചനം 45-ന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയുന്നു, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപത്തെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. സ്തോത്രം. ഈ വാക്യത്തിൻ്റെ യെശയ്യാ 45-ന്റെ 3-ാം വാക്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണ്? നമുക്കത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്? ആ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. സ്തോത്രം. എസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിനകത്താണ് ഇതിൻ്റെ ചരിത്രം കിടക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അതിനകത്തൊരു ദൂത് പറയുവാനാണ്. എന്ന് പറഞ്ഞാൽ, നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് പുറത്തെടുപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കോരേശ് എന്ത് ചെയ്തു? പുറത്തെടുപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവർക്ക് കൊടുത്ത യഹോവ ആലയം വക ഉപകരണങ്ങൾ,
അത് വിലപിടിപ്പുള്ളതാണ്. അത് തങ്കം കൊണ്ടുള്ളതുണ്ട്, സ്വർണം കൊണ്ടുള്ളതുണ്ട്. സ്തോത്രം. പല വിധത്തിലുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിലയേറിയ സ്വത്ത്. സ്തോത്രം. ആലയം വക വിലയേറിയ ഉപകരണങ്ങൾ. അപ്പോൾ ആലയം വക ഉപകരണങ്ങൾ ഇവർക്കുണ്ടെങ്കിലേ സ്തോത്രം ന്യായപ്രമാണ പ്രകാരം ഇവർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഏതാണ് ഇരുട്ടിലെ നിക്ഷേപം എന്ന് പറയുന്നത്? ഇരുട്ടിലെ നിക്ഷേപം, ഞാൻ ഒന്നും കൂടി ആ വാക്യത്തിൻ്റെ വിശകലനത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മുടെ കുറിവാക്യം മതിയാണ്. നിങ്ങളുടെ ഇരുട്ടിലെ നിക്ഷേപം എന്താണ്? അതാണ്. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആലയം വക ഉപകരണങ്ങളാണ്. അതാണ് ഏറ്റവും ഇസ്രായേൽ ജനത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അത് വെച്ച് ന്യായപ്രമാണത്തിലെ ഉപദേശം പ്രകാരമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ ഇവരുടെ ഉപകരണങ്ങളെ, ആലയം വക ഉപകരണങ്ങളെ, സ്തോത്രം, എന്ത് ചെയ്തു? ഹല്ലേലൂയ. അത് എവിടെയായിരുന്നു? ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്നു. ദേവന്മാരുടെ ക്ഷേത്രത്തിൽ. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ അന്യദേവന്മാരുടെ അകത്തളത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന ജനത്തിൻ്റെ നിക്ഷേപം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഇരുട്ടറയ്ക്കകത്തിരിക്കുക. സ്തോത്രം. ഇരുട്ടറയ്ക്കകത്തിരിക്കുക. നെബൂഖദ്നേസർ രാജാവ്, സ്തോത്രം, അത് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നിക്ഷേപമെടുത്ത് എവിടെ കൊണ്ടുവച്ചു? ഇരുട്ടറയ്ക്കകത്ത്, ദേവന്മാരുടെ ക്ഷേത്രത്തിനകത്ത് പുകഴ്ത്തി വെച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകനിലൂടെ ദൂത് വിളിച്ചു പറയാ, ഞാൻ നിങ്ങൾക്ക് ഇരുട്ടിലെ നിക്ഷേപത്തെ പുറത്തു കൊണ്ടുവരുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ നിക്ഷേപത്തെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണെന്ന് എസ്രാ 1:8 പറയുന്നുണ്ട്. പാർസി രാജാവായ കോരേശ്, ഭണ്ഡാര വിചാരകനായ, സ്തോത്രം, മിത്രദോസ് മുഖാന്തരം അവ പുറത്തെടുപ്പിച്ചു. കോരേശ് രാജാവ് മുഖാന്തരം അതിനെ പുറത്തെടുപ്പിക്കുക. സ്തോത്രം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആലയം വക ഉപകരണങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചതിനെ, ആ നിക്ഷേപങ്ങൾ, സ്തോത്രം, ക്ഷേത്രത്തിനകത്ത് ഇരുട്ടറയ്ക്കകത്ത് കൊണ്ടുവച്ചതിനെ പുറത്തെടുപ്പിച്ച് തൻ്റെ ജനത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുന്നതാണ് തിരുവചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ, ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാതിരിപ്പാൻ ആലയം വക നിക്ഷേപങ്ങൾ, സ്തോത്രം, നെബൂഖദ്നേസർ രാജാവ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് ക്ഷേത്രത്തിനകത്ത് ഇരുട്ടറയ്ക്കകത്ത് കൊണ്ടുവച്ചതിനെ തിരിച്ചെടുപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തോടൊരു ദൂത് ഞാൻ പറയാം. ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ, ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങാതിരിപ്പാൻ, നിന്റെ മേലുള്ള നിക്ഷേപത്തെ, സ്തോത്രം, ഹല്ലേലൂയ, അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, ഇരുട്ടിനകത്തിരിക്കുന്ന നിക്ഷേപങ്ങളെ, ഗുപ്തനിധികളെ നിനക്ക് മടക്കി തരുമെന്നാണ് ദൈവവചനത്തിനകത്ത് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പുതിയ നിയമസഭയോട് നിക്ഷേപം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്താണ്? വചനം ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതൊരു മന്ദിരമാ, ഇതൊരു ആലയമാ. സ്തോത്രം. ദൈവത്തിൻ്റെ മന്ദിരമാ. ഈ മന്ദിരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന വചനം പറയുന്നത്. അപ്പോൾ ഈ മന്ദിരത്തിനകത്തിരിക്കുന്ന നിക്ഷേപം, ഈ മന്ദിരത്തിനകത്ത് ഇരിക്കാതിരിപ്പാൻ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില ദേവന്മാരുടെ ശക്തിയെക്കുറിച്ച് തിരുവചനത്തിനകത്ത് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയട്ടെ, നിന്നെ അന്തരംഗത്തിലെ ഇരുട്ടറിയ മാറ്റുന്നതാണ്, സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മറഞ്ഞിരിക്കുന്ന ആലയം വക ഉപകരണങ്ങൾ അതിനെ മറച്ചു വെച്ചിരിക്കുന്നു, ക്ഷേത്രത്തിനകത്ത് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ദൈവം അതിനെ കോരേശ് മുഖാന്തരം
പുറത്തെടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കരത്തിൽ കൊടുത്ത് ആരാധന വെളിപ്പെടുന്നത് തിരുവചനത്തിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു, നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഇരുട്ടിലെ നിക്ഷേപത്തെ എൻ്റെ ദൈവം നിനക്ക് ഈ ദിവസങ്ങളിൽ മടക്കിത്തരും. എന്തിനു വേണ്ടി? ചില മേഖലകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇരുട്ടിലെ നിക്ഷേപം നിനക്ക് ഏറ്റവും ആവശ്യമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. ഞാൻ അതിനോട് വിട്ടാണെങ്കിലും സ്തോത്രം, എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൂത് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. യോശുവ പ്രവചനം 6 സ്തോത്രം 24 വാക്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ ജനത്തിൻ്റെ നിക്ഷേപങ്ങൾ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ഈ വെള്ളിയും പൊന്നും കൊണ്ട് നിർമ്മിച്ച ആലയത്തിലെ ഉപകരണങ്ങൾ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ യോശുവയുടെ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. യോശുവേ സ്തോത്രം, നിന്റെ മുമ്പിൽ എരിഹോ മതിൽ നിൽക്കുന്നു. യോശുവയോട് പറഞ്ഞു, നീ 7 വട്ടം ചുറ്റുക, 7ാമത്തെ വട്ടം 7 പ്രാവശ്യം ചുറ്റുക, 7ാമത്തെ ദിവസം നീ 7 പ്രാവശ്യം ചുറ്റുക. മതിലിടിഞ്ഞു വീണതിന് ശേഷം സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്: എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പും ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു എന്ന് പറയുന്നത്. എങ്ങനെയാ ഇവർക്ക് ഈ നിക്ഷേപം കൊടുത്തത് എങ്ങനെയാ? സ്തോത്രം ഹല്ലേലൂയ, മറ്റൊരു ഇരുട്ടറയ്ക്കകത്ത്. സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, യോശുവയുടെ കാലഘട്ടത്തിൽ എരിഹോ എന്ന് പറയുന്ന മതിലിനകത്തളത്തിൽ ഒളിപ്പിച്ചു വെച്ചതിനെ, അതിന് ദൈവശക്തി ഇറക്കി അതിനെ ഇടിച്ചു കളഞ്ഞ് അതിനകത്ത് തീ ഇറക്കി ചുട്ടുകളഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് വെളിപ്പെട്ടതിനെ അത് ആലയത്തിനകത്ത് കൊണ്ടുവച്ചു. സ്തോത്രം. അതാണ് ഇസ്രായേൽ ജനത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത്. ആ നിക്ഷേപത്തെ വീണ്ടും ഹല്ലേലൂയ എവിടെ കൊണ്ടുവച്ചു? സ്തോത്രം, ദേവന്മാരുടെ അന്തരംഗത്തിൽ കൊണ്ടുവച്ചപ്പോൾ വീണ്ടും ദൈവം അത് പുറത്തെടുക്കുന്നതാണ് സ്തോത്രം നമ്മൾ കോരേശിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകനിലൂടെ ദൂത് വിളിച്ചു പറയുക, ഞാൻ അതിനെ നിങ്ങൾക്ക് മടക്കി തരും, ഞാൻ അതിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരും, ആ ഇരുട്ടിലെ സ്വതം നിക്ഷേപത്തെ നിങ്ങൾക്ക് തരുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൂത് വിളിച്ചു പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീ ഇറക്കിയും അതിൻ്റെ നടുവിൽ നിന്ന് കിട്ടിയ ദൈവിക നിക്ഷേപങ്ങളെ സ്തോത്രം മറ്റൊരു ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ മറ്റൊരു ശക്തി വ്യാപരിച്ച് ഇരുട്ടറയ്ക്കകത്ത് കൊണ്ടുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിനക്കതിനെ വീണ്ടും മടക്കി തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഇങ്ങനെ ദൈവം തന്ന ചിലതിനെ സ്തോത്രം ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ അതിനെ മറച്ചു വെക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൂത് വിളിച്ചു പറയുക, ഇരുട്ടിൻ്റെ അന്ധകാരം കൊണ്ട് അതിനെ ആരും കാണാതിരിപ്പാൻ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ വെളിച്ചം നിന്റെ മേൽ അയച്ച് ആ ഇരുട്ടിനെ മാറ്റി ആ നിക്ഷേപത്തെ നിനക്ക് മടക്കി തരുമെന്ന് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആ ആലോചന മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ മറഞ്ഞിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത്. അത് യെശയ്യാ പ്രവാചകനിലൂടെ അത് വിളിച്ചു പറയുക. സ്തോത്രം. എന്താ വിളിച്ചു പറയുന്നത്? ഇരുട്ടിലെ നിക്ഷേപത്തെ ഞാൻ നിനക്ക് തരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒന്നുപോലും നഷ്ടപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്തെല്ലാം ഇരുട്ടിൻ്റെ അധികാരം നിനക്കെതിരെ പോരാടിയാലും ദൈവം അനുവദിക്കത്തില്ല, നിനക്കതിനെ മടക്കി തരും. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ നേരത്ത് സ്തോത്രം ചെയ്ത് പറഞ്ഞ് എന്തെന്നറിയാമോ? നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രമെന്ന്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സമ്പത്താണ് കേട്ടോ, നമ്മൾ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് കേട്ടോ.
നമ്മൾ ഇരുട്ടറയ്ക്കകത്ത് മറയ്ക്കാൻ നോക്കിയാൽ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ സ്തോത്രം ചെയ്യണം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാളുകളായി നിന്നെ ഇരുട്ടിൻ്റെ സ്തോത്രം മറവിനകത്ത് നിന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ ആലോചനയുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഒരവസരം ഒരുക്കി തന്നുവല്ലോ. നമ്മളെ തന്നെ ഏൽപ്പി നമുക്ക് തന്ന ആലോചന ഇതാണ്: ഇരുട്ടിലെ നിക്ഷേപങ്ങളെ നിങ്ങൾക്ക് മടക്കി തരും. യെശയ്യാവ് 45:3. സ്തോത്രം. എസ്രായിയുടെ പുസ്തകം 1-7 വാക്യത്തിനകത്ത് എന്താണ് ഇരുട്ടിലെ നിക്ഷേപം? നിനക്ക് തന്ന ആലയം വക ഉപകരണങ്ങൾ സ്തോത്രം ക്ഷേത്രത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു, അത് മറച്ചു വെച്ചു, അത് ഇരുട്ടറയ്ക്കകത്തിരിക്കുക. എന്നാൽ സ്തോത്രം 1-8 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു: കോരേശ് അതിനെ പുറത്തു കൊണ്ടുവരിക. ഈ നിക്ഷേപം എവിടെ നിന്നാണ് കിട്ടിയത്? യോശുവയുടെ കാലഘട്ടത്തിൽ യെരിഹോ മതിലിനകത്ത് കടന്നതിനെ സ്തോത്രം ഇവർക്ക് തീയിട്ട് ചുട്ടുകളഞ്ഞ് അതിനകത്ത് നിന്ന് വെളിപ്പെട്ട് വന്നതാണ് ഈ നിക്ഷേപം എന്ന് പറയുന്നത്. ദൈവം തന്ന നിക്ഷേപത്തെ മറ്റൊരു ശക്തി മറയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തന്ന തലമുറകളെ, ദൈവം തന്ന നന്മകളെ, ദൈവം തന്ന അവകാശത്തെ ഒരു ഇരുട്ടിൻ്റെ ശക്തിയും നിന്നെ മറയ്ക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് നിനക്ക് മടക്കി തരുമെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ആലോചന വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ചാട്ടെ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പാരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പാരനേ നന്ദിയാൽ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ സൂമിലൂടെ ജോബിൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ അടിയങ്ങൾ നല്ല കർത്താവ് എന്നൊരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് അവിടുത്തെ പാതാന്തി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രഭാതത്തിൽ അങ്ങേ പാടുവാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായും അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ദൈവദാസനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്കൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പിശാച് സാത്താൻ ഞങ്ങളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയതെല്ലാം കർത്താവ് ഞങ്ങൾക്ക് മടക്കിത്തരുമെന്നുള്ള ആ ഒരു നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ഇരുട്ടിലെ ബന്ധിച്ചു വെച്ചാലും എത്ര കർത്താവ് ശത്രു പോരാടിയാലും വിടുതൽ നൽകുവാൻ അങ്ങേക്ക് കഴിയുന്ന ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ കൃപ പിന്നെയും തുടർന്ന് അടിയങ്ങളോടുകൂടെ ഉണ്ടാകുമാറാകണമേ. സൂമിൽ കൂടി അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു തരുമാറാകണം. മാനം മഹത്വം സ്വർഗ്ഗത്തിലെ പിതാവിനെ അർപ്പിക്കുന്നു, യേശു കർത്താവിൻ നാമം തന്നെ, ആമേൻ. ഈ സൂമിലൂടെ ശ്രദ്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.